PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെയ് 18, 19 തീയതികളിൽ നടക്കാനിരിക്കുന്ന കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമുകൾക്ക് വേണ്ടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓഡിറ്റിങ്ങിൽ നിന്നുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സും ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, The appointing authority of internal auditor of a cooperative society. The appointing authority of internal auditor of a cooperative society. ഉത്തരം മാനേജിംഗ് കമ്മിറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇൻറ്റേർണൽ ഓഡിറ്ററെ അപ്പോയിൻ്റ് ചെയ്യുന്നത് മാനേജിംഗ് കമ്മിറ്റിയാണ്. എന്നാൽ ഓഡിറ്ററെ അപ്പോയിൻ്റ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ജനറൽ ബോഡിയാണ്. ഫ്രം ദ പാനൽ അപ്രൂവഡ് ബൈ DCA അപ്രൂവ് ചെയ്ത ഓഡിറ്റേഴ്സിൻ്റെ ഒരു പാനലിൽ നിന്നും ജനറൽ ബോഡിയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്ററെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. ഇൻറ്റേർണൽ ഓഡിറ്ററെ അപ്പോയിൻ്റ് ചെയ്യുന്നത് മാനേജിംഗ് കമ്മിറ്റിയാണ്. ദ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി ഓഫ് ഇൻറ്റേർണൽ ഓഡിറ്റർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് മാനേജിംഗ് കമ്മിറ്റി. മാനേജിംഗ് കമ്മിറ്റിയെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 28 KCS ആക്ടിൻ്റെ സെക്ഷൻ 28 മാനേജിംഗ് കമ്മിറ്റിയെക്കുറിച്ച് പറയുന്നത്. മാനേജിംഗ് കമ്മിറ്റിയുടെ കാലാവധി ചോദിക്കാറുണ്ട്. അത് 5 വർഷമാണ്. 5 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഇലക്ഷൻ നടന്ന അന്ന് മുതൽ 5 വർഷത്തേക്കാണ് മാനേജിംഗ് കമ്മിറ്റിയുടെ കാലാവധി. മാനേജിംഗ് കമ്മിറ്റിയുടെ കോറം ഇമ്പോർട്ടൻ്റ് ആണ്. അത് ജസ്റ്റ് എബവ് 50% ആണ്. മാനേജിംഗ് കമ്മിറ്റിയുടെ കോറം ജസ്റ്റ് എബവ് 50%. മാനേജിംഗ് കമ്മിറ്റിയിലെ മിനിമം ആൻഡ് മാക്സിമം നമ്പേഴ്സ് കൂടി പഠിച്ചു വെക്കണം. മാനേജിംഗ് കമ്മിറ്റിയിലെ മിനിമം മെമ്പേഴ്സ് എന്ന് പറയുന്നത് 7 പ്രൈമറി സൊസൈറ്റീസ് ആണെങ്കിൽ മാക്സിമം 15, അല്ലാത്ത സൊസൈറ്റികൾക്ക് 21. അടുത്ത ചോദ്യം, ഡാഷ് ഓഫ് ദ ഫോളോവിങ് ക്ലാസസ് ഓഫ് സൊസൈറ്റീസ് ആർ എക്സംപ്റ്റഡ് ഫ്രം ദ പേയ്മെൻറ്റ് ഓഫ് ഓഡിറ്റ് ഫീസ്. Dash of the following classes of societies are exempted from the payment of audit fees. Options: all cooperative societies of which all or majority of the members are belonging to scheduled caste or scheduled tribes, including its apex cooperative society. All farming societies which do not accept deposits and do not grant loans and advances. All social welfare societies which do not accept deposits and do not grant loans. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദിസ്. ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദിസ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന 3 ടൈപ്പ് സൊസൈറ്റികൾക്കും ഓഡിറ്റ് ഫീസ് എക്സംപ്റ്റഡ് ആണ്. ഓഡിറ്റ് ഫീസ് എക്സംഷൻ ഉള്ള സൊസൈറ്റീസ് ഏതൊക്കെയാണ്? ഓൾ SC/ST സൊസൈറ്റീസ്, ഓൾ ഫാമിംഗ് സൊസൈറ്റീസ് വിച്ച് ഡു നോട്ട് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ഡു നോട്ട് ഗ്രാൻഡ് ലോൺസ്, ഓൾ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റീസ് വിച്ച് ഡു നോട്ട് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ഡു നോട്ട് ഗ്രാൻഡ് ലോൺസ്, societies receiving the service of concurrent auditors, any society for the first year of audit, all primary fisherman cooperative societies, pottery cooperative societies. ഇതിനൊന്നും ഓഡിറ്റ് ഫീസ് കൊടുക്കേണ്ടതില്ല. ഓഡിറ്റ് ഫീസിലുള്ള എക്സംഷനെ കുറിച്ച് പറയുന്ന റൂൾ 65(3) റൂൾ 65(3) ഓഡിറ്റ് ഫീസിൽ എക്സംഷനുള്ള സൊസൈറ്റീസിനെ കുറിച്ച് പറയുന്നത്. 50% എക്സംഷനുള്ള സൊസൈറ്റീസാണ് ഓൾ കയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, വനിതാ സൊസൈറ്റീസ് ആൻഡ് ഡയറി സൊസൈറ്റീസ്. ഈ 3 ടൈപ്പ് സൊസൈറ്റികൾക്കും 50% എക്സംഷൻ ഉണ്ട്. വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ആദ്യത്തെ 6 വർഷത്തേക്ക് എക്സംഷൻ ഉണ്ട്. 7ാമത്തെ വർഷം മുതലാണ് വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓഡിറ്റ് ഫീസ് കൊടുക്കേണ്ടത്. അടുത്ത ചോദ്യം, ക്വാളിഫിക്കേഷൻ ഓഫ് DCA is specified in KCS Act or Rules 1969. Qualification of DCA is specified in dash of KCS Act or Rules 1969. ഉത്തരം റൂൾ 64A. റൂൾ 64A ഓഡിറ്ററിൻ്റെ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുന്നത്. റൂൾ 64 ഓഡിറ്റ്, 64A ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റർ, 64B ഓഡിറ്റ് റിപ്പോർട്ട്. സെക്ഷൻ 64 പറയുന്നത് സ്കോപ്പ് ഓഫ് ഓഡിറ്റാണ്. DCA കുറിച്ച് പറയുന്ന സെക്ഷൻ 63. സെക്ഷൻ 63(2) ക്വാളിഫിക്കേഷൻസ് ആൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് DCAനെ കുറിച്ച് പറയുന്നത്. DCAയുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 63(2), റൂൾ 64A. അടുത്ത ചോദ്യം, ഇന്റേണൽ കൺട്രോൾ ഇൻക്ലൂഡ്സ്
ഓപ്ഷൻസ് ഇൻറ്റേർണൽ ചെക്ക്, ഇൻറ്റേർണൽ ഓഡിറ്റ്, ബോത്ത് എ ആൻഡ് ബി, ഇൻറ്ററിം ഓഡിറ്റ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ബോത്ത് എ ആൻഡ് ബി. അതായത് ഇൻറ്റേർണൽ ചെക്കും ഇൻറ്റേർണൽ ഓഡിറ്റും ഇത് രണ്ടും കൂടി ഉൾപ്പെടുന്നതിനെയാണ് ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറയുന്നത്. It shall be the duty of the dash of every society to ensure the accuracy of financial and other statutory statements. It shall be the duty of the dash of every society to ensure the accuracy of financial and other statutory statements. ഉത്തരം മാനേജിംഗ് കമ്മിറ്റി. ഫിനാൻഷ്യൽ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ആക്യുറസി ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ഉറപ്പ് വരുത്തുക എന്നുള്ളത് മാനേജിംഗ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്. ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഈ ഡോക്യുമെൻറ്റ്സ് ഫിനാൻഷ്യൽ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്ത് മാനേജിംഗ് കമ്മിറ്റിയുടെ മുമ്പിൽ വെക്കും. ഇത് ഉറപ്പ് വരുത്തുക എന്നുള്ളത്, അതായത് ആക്യുറസി ഉറപ്പ് വരുത്തുക എന്നുള്ളത് മാനേജിംഗ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്. 1 മന്ത് ടൈം എടുത്ത് മാനേജിംഗ് കമ്മിറ്റി അത് ചെക്ക് ചെയ്യും. അതിനുശേഷമാണ് ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഓഡിറ്റർക്ക് അയച്ചു കൊടുക്കുന്നത്. It shall be the duty of the managing committee of every society to ensure the accuracy of financial and other statutory statements. Rectification report on the defects mentioned in the audit certificate is submitted to the registrar and DCA within 2 months of the receipt of the audit certificate as per dash of KCS Act or Rules 1969. Rectification report on the defect mentioned in the audit certificate is submitted to the registrar and DCA within 2 months of the receipt of the audit certificate as per dash of KCS Act or Rules 1969. Section 64. സെക്ഷൻ 64 പറയുന്ന സ്കോപ്പ് ഓഫ് ഓഡിറ്റിനെ കുറിച്ചാണ്. സെക്ഷൻ 64 ഈ റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി 2 മാസത്തിനുള്ളിലാണെന്ന് പറയുന്നത്. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് രജിസ്ട്രാർക്കും DCAക്കും ആ ഒരു സൊസൈറ്റി അയച്ചു കൊടുക്കണം. The financial statements and other statutory statements as required by the auditors shall be prepared by the chief executive of the society within ഉത്തരം 1 month ഫ്രം ദ ഡേറ്റ് ഓഫ് ക്ലോസ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് 1 മാസത്തിനുള്ളിലാണ് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റ്സും അതർ റെക്കോർഡ്സും എല്ലാം ചീഫ് എക്സിക്യൂട്ടീവ് പ്രിപ്പയർ ചെയ്യേണ്ടത്. പ്രിപ്പയർ ചെയ്ത് മാനേജിംഗ് കമ്മിറ്റിയുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യണം. The accounts of every society shall be audited within dash of the close of the financial year to which such accounts relate. The accounts of every society shall be audited within dash of the close of the financial year to which such accounts relate. ഉത്തരം 6 months. ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് 6 മാസത്തിനുള്ളിലാണ് ഓഡിറ്റർ ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. എന്നാൽ ഓഡിറ്റർക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് എത്ര മാസത്തിനുള്ളിലാണെന്ന് ചോദിച്ചാൽ അത് 4 മാസത്തിനുള്ളിലാണ്. 1 മന്തിനുള്ളിൽ ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് 1 മന്തിനുള്ളിൽ ചീഫ് എക്സിക്യൂട്ടീവ് എല്ലാ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റ്സും റെക്കോർഡ്സും സബ്മിറ്റ് ചെയ്യണം. മാനേജിംഗ് കമ്മിറ്റി 1 മന്ത് ടൈം എടുത്ത് അതിൻ്റെ ആക്യുറസി ചെക്ക് ചെയ്യും. അതിന് ശേഷമുള്ള 4 മാസത്തിനുള്ളിലാണ് ഓഡിറ്റർ ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. എന്നാൽ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് എത്ര കാലത്തിനുള്ളിലാണ് ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഉത്തരം 6 months ആണ്. When the original voucher is lost, the institution may produce copy of the same. This is called when the original voucher is lost, the institution may produce copy of the same. This is called ഉത്തരം കൊളാറ്ററൽ വൗച്ചർ. ഒറിജിനൽ വൗച്ചർ മിസ്സായാൽ ഡ്യൂപ്ലിക്കേറ്റ് വൗച്ചർ കൊടുക്കുന്നു, അതിന് പറയുന്നത് കൊളാറ്ററൽ വൗച്ചർ എന്നാണ്. ഓപ്ഷനിൽ സെക്കൻഡറി വൗച്ചർ ഉണ്ടാവും, അത് തെറ്റാണ്. കൊളാറ്ററൽ വൗച്ചറാണ് ഉത്തരം. Audit firm means a firm including 2 or more dash having knowledge in cooperative audit. Audit firm means a firm including 2 or more dash having knowledge in cooperative audit. ഉത്തരം ചാർട്ടേഡ് അക്കൗണ്ടൻസ്. Audit certificate should be sent to the institution within dash months after the completion of the audit. Audit certificate should be sent to the institution within dash months after the completion of the audit. ഉത്തരം 3 months.
ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് അയച്ചു കൊടുക്കേണ്ടത് 3 മാസത്തിനുള്ളിലാണ്, വിത്തിൻ 3 months ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദി ഓഡിറ്റ്. The book maintained by the auditors to note down all enquiries made during the course of audit, replies received, etc. is known as. The book maintained by the auditor to note down all enquiries made during the course of audit, replies received, etc. is known as audit notebook. ഓഡിറ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഓഡിറ്റിനെ കുറിച്ചുള്ള നോട്ടുകളെല്ലാം എഴുതുന്നത് ഓഡിറ്റ് നോട്ട്ബുക്കിലാണ്. Audit notebook is kept by the dash. Audit notebook is kept by the dash. ഉത്തരം ഓഡിറ്റർ. ഓഡിറ്റ് നോട്ട്ബുക്ക് കീപ്പ് ചെയ്യുന്നത് ഓഡിറ്റർ തന്നെയാണ്. An audit made compulsory by law is called statutory audit. നിയമപ്രകാരം കമ്പൽസറി ചെയ്യേണ്ട ഓഡിറ്റ് ആണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഓഡിറ്റ് എന്ത് ടൈപ്പ് ഓഡിറ്റ് ആണെന്ന് ചോദിച്ചാൽ അത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആണ്. അടുത്തത് ഓഡിറ്റിംഗ് ഈസ് ഡാഷ് ഓഫ് അക്കൗണ്ടിംഗ് ടു ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ്നെസ് ഓഫ് ദ ട്രാൻസാക്ഷൻ റിലേറ്റഡ് ടു ഇറ്റ്. ഓഡിറ്റിംഗ് ഈസ് ഡാഷ് ഓഫ് അക്കൗണ്ടിംഗ് ടു ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ്നെസ് ഓഫ് ദ ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് ടു ഇറ്റ്. ഉത്തരം വെരിഫിക്കേഷൻ. ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് വെരിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻ ആണ്. The officer responsible for the custody of records is punishable for non-production of records for audit under section dash of the Kerala Cooperative Societies Act 1969. The officer responsible for the custody of records is punishable for non-production of records for audit under section dash of the Kerala Cooperative Societies Act 1969. ഉത്തരം ഓപ്ഷൻ ബി 94. KCS ആക്ടിൻ്റെ സെക്ഷൻ 94 ഒഫൻസസിനെ കുറിച്ച് പറയുന്നത്. ഓഡിറ്റർ ആവശ്യപ്പെടുന്ന റെക്കോർഡ്സ് ഓൺ ടൈമിൽ സബ്മിറ്റ് ചെയ്തില്ല എങ്കിൽ 5000 രൂപ വരെ ഫൈൻ ലഭിക്കാവുന്ന ഒരു ഒഫൻസ് ആണത്. The term due to in audit denotes അസറ്റ് ആണ്. ഓഡിറ്റിൽ ഡ്യൂ ടു എന്ന് വെച്ചാൽ അത് ഡിനോട്ട് ചെയ്യുന്നത് അസറ്റിനെയാണ്. ഡ്യൂ ബൈ എന്ന് വെച്ചാൽ ലയബിലിറ്റിയാണ്. ചെക്കിംഗ് ദ ട്രാൻസ്ഫർ ഓഫ് ബാലൻസസ് ഫ്രം ദ ലെഡ്ജർ ടു ദ ട്രയൽ ബാലൻസ് കംസ് അണ്ടർ ദ ഫേസ് ഓഫ് ഡാഷ് ഇൻ ഓഡിറ്റിംഗ്. ചെക്കിംഗ് ദ ട്രാൻസ്ഫർ ഓഫ് ബാലൻസസ് ഫ്രം ദ ലെഡ്ജർ ടു ദ ട്രയൽ ബാലൻസ് കംസ് അണ്ടർ ദ ഫേസ് ഓഫ് ഡാഷ് ഇൻ ഓഡിറ്റിംഗ്. ഉത്തരം റുട്ടീൻ ചെക്കിംഗ്. ട്രാൻസ്ഫർ ഓഫ് ബാലൻസസ് ഫ്രം ദ ലെഡ്ജർ ടു ദ ട്രയൽ ബാലൻസ് റുട്ടീൻ ചെക്കിങ്ങിൻ്റെ ഭാഗമാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ ഓഡിറ്റ് അണ്ടർ പ്രാക്ടിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ ഓഡിറ്റ് അണ്ടർ പ്രാക്ടിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ. ഗവൺമെൻറ് ഓഡിറ്റ്, ഓഡിറ്റ് ബൈ അക്കൗണ്ടൻറ്റ് ജനറൽ, പ്രൈവറ്റ് ഓഡിറ്റ്, ഫൈനൽ ഓഡിറ്റ്. പ്രാക്ടിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഓഡിറ്റ് എന്ന് വെച്ചാൽ ഫൈനൽ ഓഡിറ്റാണ്. ഓഡിറ്റിങ്ങിൽ നിന്നും മുൻപ് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.